നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന തരത്തിലുള്ള സംഭവ പരമ്പരകളാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ട് ആണ് നമ്മൾ ഓരോ ദിവസവും ഉണരുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുമെങ്കിലും നമ്മുടെ നാടും ഒട്ടും പിന്നിലല്ല, അല്ലെങ്കിൽ വളരെ മുന്നിലാണ് ഇക്കാര്യങ്ങളിൽ എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. നിഷ്ഠൂരമായ കൊലപാതകങ്ങൾക്കും നിഷ്ഠൂരമായ മരണങ്ങൾക്കുമൊക്കെ ഏറ്റവും അധികം സാക്ഷ്യം വഹിക്കുന്ന ഒരു നാട് കൂടിയായി നമ്മുടെ ദൈവത്തിൻ്റെ നാട് മാറിയിരിക്കുകയാണ്. ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. അതായത് 4-5 വർഷത്തിന് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ തുഷാര എന്ന പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ വിധിപ്പകർപ്പ് അല്ലെങ്കിൽ ഒരു വിധിന്യായം വന്നത്. അതായത് ഈ ഇതിനകത്തെ പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതിൻ്റെ വിധിപ്പകർപ്പിലേക്ക് പോയാൽ ഓരോ മലയാളിയും ഓരോ മനുഷ്യനും ഞെട്ടി വിറങ്ങലിച്ചു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു പെൺകുട്ടിയെ 28 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു പെൺകുട്ടിയെ ദീർഘനാളുകൾ മാസങ്ങളോളം പട്ടിണിക്കിട്ട് കൊല നടത്തിയ ഒരു ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ അവരുടെ തുഷാരയുടെ ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും ഭർത്തൃപിതാവിൻ്റെയും കഥയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് ഈ 2 പേരെയും, അതായത് ഭർത്തൃമാതാവിനെയും ഭർത്താവിനെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു എന്നുള്ള വിധിയാണ് വന്നത്. ഈ ഭർത്തൃപിതാവ് നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. അങ്ങനെ ഈ 2 പേരും, അതായത് ഈ സ്ത്രീ മാതാവും അവരുടെ മകനും ചേർന്നാണ് ഈ തുഷാര എന്ന പെൺകുട്ടിയെ ദീർഘനാൾ പട്ടിണിക്കിട്ട് കൊന്നത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൊക്കെ പിന്നെ പരിശോധിച്ചപ്പോൾ ഇവരുടെ വയറ്റിൽ ഒരു തുള്ളി വെള്ളമോ ഒരു ഇറ്റ് ആഹാരമോ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് അത്രമാത്രം പട്ടിണിക്കിട്ട് ദീർഘനാളുകളായി തുള്ളി വെള്ളം പോലും കൊടുക്കാതെ നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിലേക്കാണ് ഈ ഭർത്തൃമാതാവും ഭർത്താവും അല്ലെങ്കിൽ ഭർത്തൃപിതാവും കൂടി ചേർന്ന് നടത്തിയത്. അതും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞതിൻ്റെ അടുത്ത ആഴ്ചയിൽ തന്നെ ഇവരുടെ ഈ താലിമാല അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഊരി വിൽക്കുകയും മാത്രവുമല്ല സ്ത്രീധനം കിട്ടിയത് കുറവാണ് എന്ന പേരിൽ അന്നു മുതൽ തന്നെ നിരന്തരമായ പീഡനങ്ങൾക്ക് തുഷാര വിധേയമായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ദീർഘനാൾ ഇവരുടെ താമസസ്ഥലത്ത്, കരുനാഗപ്പള്ളിയിലെ താമസസ്ഥലത്ത് പീഡിപ്പിച്ച ശേഷം അവിടുന്ന് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു വാടക വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. അയൽക്കാരൊന്നും അടുത്തേക്ക് കടന്നു ചെല്ലാത്ത വിധത്തിൽ ചുറ്റിലും വലിയ തകരപ്പാട്ടകൾ കൊണ്ട് വേർതിരിച്ചാണ് ഈ സ്ത്രീയെ അതിനകത്ത് പൂട്ടിയിട്ട് തടവിലിട്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. വീട്ടുകാർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവിടെ മകളില്ല, മകൾ പുറത്തേക്ക് പോയതാണ്, അല്ലെങ്കിൽ മകൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്, ഇങ്ങനെ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഇവർ ഈ പെൺകുട്ടി തുഷാരയുടെ വീട്ടുകാരെ ഒഴിവാക്കി വിടുകയായിരുന്നു ചെയ്തിരുന്നത്. പലപ്പോഴും ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള, അതായത് വിവാഹശേഷം ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഉള്ള അനുമതി പോലും ഈ വീട്ടുകാർ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിലേക്ക് ഇവരുടെ വയറും നട്ടെല്ലും കൂടി ചേർന്ന് ഒട്ടിയ രീതിയിലായിരുന്നു അവസാനം മരണശേഷം കണ്ടെത്തിയത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്. അത്രമാത്രം നിഷ്ഠൂരമായി ഒരാളെ എങ്ങനെ, അതും ഒരു സ്ത്രീയെ, 2 കുട്ടികളുടെ അമ്മയെ എങ്ങനെ കൊല്ലാൻ ഈ ഭർത്താവിനും ഭർത്തൃമാതാവിനും അവരുടെ ഈ ഭർത്തൃപിതാവിനും കഴിയുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്തും ഇങ്ങനെ സംഭവിക്കില്ല, പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നമ്മൾ കാണാതെ പോവുകയാണ്. നമ്മുടെ അടുത്ത വീട്ടിലേക്ക് നമ്മൾ എത്തി നോക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടുകാരുമായി നമുക്ക് ബന്ധമില്ലാത്തത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തെളിവായി പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ അയൽ വീടുകളുമായി നമ്മൾ വലിയ തോതിലുള്ള ബന്ധം പുലർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇടതുവശത്തോ വലതുവശത്തോ മുന്നിലോ പിന്നിലോ ആരാണ് താമസിക്കുന്നത് എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു സാധ്യത കൽപ്പിക്കുന്നില്ല. അവിടെ ആരെങ്കിലും ജീവിച്ചുകൊള്ളട്ടെ, നമുക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ സംഗീതമായി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വലിയുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയാതെ വരുന്നത്. മാത്രവുമല്ല, നമ്മളൊരു വീട് വെച്ചാൽ അതിന് വലിയ കോമ്പൗണ്ട് വാളൊക്കെ തീർത്ത് നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ സുരക്ഷിതരായ ആളുകളാണ് ഒരാൾ പോലും അറിയാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കോട്ടയത്ത് തിരുവാതിക്കൽ ഉണ്ടായ സംഭവം, വിജയകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ മീരയും ഒരു ബംഗാളി സ്വദേശി അല്ലെങ്കിൽ അസാം സ്വദേശിയുടെ വെട്ടും കുത്തുമേറ്റ് മരണപ്പെട്ട സംഭവം നമുക്കറിയാം. അതും സമൂഹത്തിൽ വലിയ തോതിൽ നിലയുള്ള ഒരു ബിസിനസ്സുകാരനായ വിജയകുമാറിനെയാണ് തൊട്ടടുത്ത് ചുറ്റുപാടും വീടുകൾ, അതായത് ഒരു ടൗണിൻ്റെ മധ്യത്തിലാണ് ഈ വിജയകുമാർ താമസിക്കുന്നത്. എന്നിട്ട് പോലും ഒരാൾ പോലും ഈ കൊലപാതകം അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ വേലക്കാർ ചെല്ലുമ്പോൾ മാത്രമാണ് ഈ കൊലപാതക വിവരം പുറത്തേക്ക് അറിയുന്നത് എന്നുള്ളതും നമ്മളെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇതിനൊക്കെ പ്രധാനമായ കാരണം നമുക്ക് ചുറ്റിലുമുള്ള ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കുകാർ അവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ വീടിന് ചുറ്റും ഉള്ള ആളുകളുടെ വീടുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു സൗകര്യം കൊടുക്കുന്നില്ല. അവരാരും നമ്മളുടെ സ്വകാര്യതയിലേക്ക് കടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വകാര്യതയ്ക്ക് ഒരു വലിയ വേലി, ഒരു മതിൽ തീർക്കുമ്പോഴാണ് ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പണ്ട് ഒന്നും അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ വീടുകൾക്ക് മതിലുകൾ ഉണ്ടായിരുന്നില്ല. ഏത് സമയവും ആർക്കും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള അനുവാദമുണ്ടായിരുന്നു. അത്തരത്തിൽ കടന്നു വരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ അയൽവക്കത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസ്ഥകൾ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീടുകൾക്ക് വലിയ തോതിലുള്ള കുറ്റൻ മതിലുകൾ വന്നു. നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിക്കാരായി, നമ്മൾ അതിനകത്തേക്ക് ഒതുങ്ങി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായ പാതകങ്ങളൊക്കെ അല്ലെങ്കിൽ മർദ്ദന മുറകളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ, മോഷണം നമ്മുടെ അടുത്ത വീട്ടിൽ നടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ ഒരു സംഭവം, അതായത് മാസങ്ങളോളം ഒരു പെൺകുട്ടിയെ പട്ടിണിക്കിട്ട് അവരുടെ മാതാവും പിതാവും കൂടി ചേർന്ന് കൊലപാതകം നടത്തിയിട്ട് പോലും അയൽവക്കക്കാരൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ സ്ത്രീക്കും ഈ യുവാവിനും കോടതി ജീവപര്യന്തം ആണ് ശിക്ഷിച്ചത്. അതുപോലും കുറവായി പോയി എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളായാൽ ചിലപ്പോൾ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ളത് കൂടി ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്.